ഹലോ കൂട്ടുകാരെ, പവിത്രം സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ കൊണ്ടുവന്ന സാക്ഷിയെ വിശ്വാസയോഗ്യനല്ലെന്ന് പറഞ്ഞ് നമ്മുടെ കോടതി റദ്ദ് ചെയ്യുന്നുണ്ട് കേട്ടോ. മാത്രമല്ല, കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കിയതിന് വിശ്വൻ്റെ ജാമ്യാപേക്ഷയും കോടതി തള്ളുന്നുണ്ട്. കൂടുതൽ അന്വേഷണത്തിനായിട്ട് വിശ്വനെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിടുന്നുണ്ട് കേട്ടോ കോടതി. അതുകൂടാതെ അടുത്ത ഹിയറിംഗ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയും ചെയ്തു. ഇത് വേദയ്ക്ക് വല്ലാത്തൊരു തിരിച്ചടിയായിരുന്നു കേട്ടോ. കോടതി മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ വേദയുടെ അടുത്തേക്ക് ശ്രീകാന്ത് വരുന്നുണ്ട്. വേദയെ കളിയാക്കിക്കൊണ്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, ആദ്യത്തെ ഹിയറിങ്ങിൽ തന്നെ കേസ് ജയിച്ചാൽ വല്ലാത്ത അഹങ്കാരമായി പോവില്ലേ? ഇതിപ്പോൾ ഇങ്ങനൊരു സാക്ഷിനെയാണ് നീ ഹാജരാക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞു തരായിരുന്നല്ലോ ഈ സാക്ഷി നിലനിൽക്കില്ല എന്ന്. അതും പോട്ടെ, നിനക്ക് ദർശനോട് ചോദിക്കായിരുന്നല്ലോ. സാരമില്ല, തോറ്റല്ലേ പഠിക്കുന്നത്. എന്തായാലും ബെസ്റ്റ് ഓഫ് ലക്ക്. അങ്ങനെ പറഞ്ഞ് ശ്രീകാന്ത് പോകുന്നുണ്ട് കേട്ടോ. വിശ്വത്തിനെ പോലീസ് കൊണ്ടുപോകുന്നത് കണ്ട് ശ്രീജിയും വിക്രവും വിശ്വത്തിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്നുണ്ട് കേട്ടോ. വിശ്വമാണെങ്കിൽ ഒന്നും പറയാതെ തന്നെ കയറി പോകുന്നുണ്ട് പോലീസ് ജീപ്പിൽ. അങ്ങനെ ദർശനും വേദയും കൂടി കോടതി വളപ്പിൽ നിന്നുകൊണ്ട് കേസിനെ പറ്റി സംസാരിക്കുകയാണ്. അപ്പോൾ ദർശൻ ചോദിക്കുന്നുണ്ട് വേദയോട്, ആ സാക്ഷിയിൽ വേദയ്ക്ക് ഇത്ര ഉറപ്പുണ്ടായിരുന്നോ? ആ സാക്ഷി നിലനിൽക്കില്ലെന്ന് വേദയ്ക്ക് അറിഞ്ഞൂടെ? അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെനിക്കറിയാമായിരുന്നു, പക്ഷേ ഇത് വല്ലാത്ത തിരിച്ചടിയായിപ്പോയി അല്ലേ ദർശൻ? അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, ശരിയാ, നമ്മുടെ കയ്യിൽ അവർക്കെതിരെ ശക്തമായൊരു തെളിവില്ല എന്നുള്ള വിശ്വാസമുണ്ട് അവർക്ക്. പക്ഷേ അവർ പോലും അറിയാതെ അവർ പറഞ്ഞൊരു വാദത്തിൽ അവർക്കെതിരെയുള്ളൊരു കെണി കെടുപ്പുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെനിക്കറിയാം, വിശ്വേട്ടൻ ഫ്ലാറ്റ് വാങ്ങാനായി 5 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്ന കഥയല്ലേ? അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, അതെ, അത് തന്നെയാണ്. ദർശൻ നോക്കിക്കോ, അവർ ഹാജരാക്കിയ തെളിവ് കള്ളമാണെന്ന് ഞാൻ തെളിയിക്കും. അതുപോലെ വിശ്വേട്ടനെ ഇറക്കി കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെ പറഞ്ഞ് വേദ അവിടെ നിന്ന് പോരാണ്. പിന്നെ കാണിക്കുന്നത് വർക്ക്ഷോപ്പാണ്. അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട്, ആ ഷാജിയെ വെച്ച് കേസ് ജയിക്കാമെന്ന് വിചാരിച്ചതാ നമുക്ക് ഏറ്റവും വലിയ വിനയായത്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, വേദ അത് പറഞ്ഞതായിരുന്നു, പിന്നെ നമ്മുടെ കയ്യിൽ വേറെ തെളിവൊന്നുമില്ലല്ലോ. അപ്പോൾ ജോസഫ് പറയുന്നുണ്ട്, ഇനി നമ്മുടെ വക്കീൽ സ്ട്രോങ് അല്ലാത്തതുകൊണ്ടായിരിക്കുമോ? ആര്, വേദയോ? ആ കുട്ടിയുടെ കുഴപ്പം കൊണ്ടൊന്നല്ല നമ്മൾ കേസ് ജയിക്കാത്തത്. വിശ്വം അത് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ വേറെ തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. 10 ലക്ഷം രൂപയുടെ ചിട്ടി വിശ്വം ചേർന്നു എന്ന് ഹാജരാക്കിയതാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. ഇനി വിനായകനങ്ങനും ഈ കേസുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവുമോ? വിശ്വത്തിന് കാശിൻ്റെ ആവശ്യമുണ്ടെന്ന് അവർ തെളിയിച്ചത് വിനായകന് ഒപ്പിട്ട് കൊടുത്ത ആ രസീത് വെച്ചിട്ടല്ലേ? ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ രാജേട്ടൻ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അങ്ങനൊരു കുറി ചേർന്ന കാര്യം വിശ്വേട്ടൻ ഓഫീസിലുള്ള ആരോടെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. പോലീസ് ഇൻക്വയറി വന്നപ്പോൾ അവരത് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ കേസിന് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് അവരതെടുത്ത് പ്രയോഗിച്ചതാവും. അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട്, അതും ആവാം. ഇനി ഇങ്ങനൊരു ട്രാപ്പ് ഒരുക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത റെസീറ്റ് ആയിരിക്കുമോ? ആ സമയം ദർശൻ വരുന്നുണ്ട് കേട്ടോ വർക്ക്ഷോപ്പിലേക്ക്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, ഇതെന്ത് കോടതിയാണ് സാർ? തെറ്റ് ചെയ്ത ആൾ കുറ്റമേറ്റ് പറഞ്ഞിട്ടും അത് വിശ്വസിക്കാത്തൊരു കോടതി. എന്താ കോടതിയൊക്കെ ഇങ്ങനെയായത്? അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, പല കേസിലെയും പ്രതിയായ ഒരാളുടെ മൊഴിക്ക് എന്ത് പ്രസക്തിയാണ് വിക്രം കോടതിയിലുള്ളത്? ഒരിക്കൽ തെറ്റ് ചെയ്താൽ പിന്നെ ജീവിതകാലം മുഴുവൻ അയാൾ തെറ്റുകാരനാണല്ലോ. അയാൾക്ക് സത്യം പറയാനുള്ള അവകാശമില്ലല്ലോ. ഏതായാലും നമ്മുടെ നീതിബോധവും കോടതിയുടെ നീതിബോധം രണ്ടും രണ്ടാണ്. വിശ്വത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് വിശ്വം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഉടമകളാണ്. അപ്പോൾ വിശ്വത്തെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ തെളിവുകളും അത്രയും തന്നെ സ്ട്രോങ് ആയിരിക്കണം. എന്താ, വേദയെ മാറ്റി വേറെ ഏതെങ്കിലും വക്കീലിനെ വെക്കണോ? അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇനിയും കുറച്ച് ദിവസം കൂടി അതിനകത്ത് കിടന്ന ആ പാവം ടെൻഷൻ അടിച്ച് മരിച്ചു പോവും. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പം തന്നെ ഇതിനൊക്കെ കാരണം ഞാനാണെന്ന് അച്ഛനടക്കം എല്ലാവരും പറയുന്നുണ്ട്. പ്രഷർ താങ്ങാവുന്നതിലപ്പുറം. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവും, അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണാൻ വന്നത്. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുള്ളൂ. ശ്രീകാന്ത് ഇതൊക്കെ ചെയ്യുന്നത് വിക്രത്തോടുള്ള ദേഷ്യം കൊണ്ട് മാത്രമല്ല, വേദ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതിൻ്റെ പക കൊണ്ടും കൂടിയാണ്. ദുരഭിമാനം മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കുന്നു ആർക്കും പറയാൻ പറ്റില്ല. ആളെ പിരികേറ്റാനായിട്ട് എൻ്റെ അച്ഛനും ഇപ്പോൾ ഒപ്പുണ്ട്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, അല്ല, പരിഹാരം പറഞ്ഞില്ലല്ലോ? അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, ഉണ്ട്, ഒരു വഴിയുണ്ട്. പക്ഷേ അത് കേൾക്കുമ്പോൾ വിക്രത്തിന് എന്നോടൊന്നും തോന്നരുത്. ഒരുപക്ഷേ വേദ വിക്രവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറായെങ്കിൽ ശ്രീകാന്ത് ഈ കേസ് പിൻവലിച്ചേക്കും. വക്കീൽ ഇതെന്ത് വർത്താണ് ഈ പറയുന്നത്? ഇതിനുവേണ്ടി വിക്രം വേദന ഉപേക്ഷിക്കാനോ? അപ്പോൾ വിക്രം പറയുന്നുണ്ട് കേട്ടോ, വക്കീൽ സാറേ, വേദ അവളുടെ ഇഷ്ടപ്രകാരമാണ് ആ വീട്ടിലേക്ക് കയറി വന്നത്. അവളുടെ ഇഷ്ടപ്രകാരമാണ് അവിടെ തുടരുന്നതും. മാത്രമല്ല, ഒരുപാട് കാലം കൂടെ ജീവിക്കുമ്പോൾ 2 പേർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു കണക്ഷനില്ലേ, അത് ഞങ്ങൾക്കിപ്പോൾ ഉണ്ട്. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് വേദയോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാം? ഈ കണക്ഷൻ എത്ര കാലം തുടരുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അത് ഉപേക്ഷിക്കാൻ ഇപ്പം എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല.
വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുമ്പിൽ ഞാൻ അവളെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഞങ്ങൾ രണ്ടുപേരും രണ്ട് ലോകത്താണ് ജീവിക്കുന്നതെന്ന് പലർക്കും തോന്നും. പക്ഷേ അവൾ വീട്ടിലുള്ളപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം ഇല്ലാതാവുമ്പോൾ വക്കീൽ സാറിനോട് ഞാൻ പറയാം. അപ്പോൾ അവളുടെ വീട്ടിലെ സാറെ അറിയിച്ചാൽ മതി. കൂട്ടിക്കൊണ്ട് പോകാൻ അവർ വന്നോട്ടെ. പക്ഷേ ഇപ്പം ഏതായാലും അവളെ വീട്ടിൽ തരാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ട് അടുക്കുന്നുണ്ടെങ്കിൽ അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, ഒന്ന് ചോദിച്ചോട്ടെ വക്കീൽ സാറേ, വിശ്വേട്ട ആ പണം മോഷ്ടിച്ചെങ്കിൽ പോലീസ് ആ പണം ഹാജരാക്കണ്ടേ? അല്ലെങ്കിൽ അത് വെറും ആരോപണം മാത്രമായിരിക്കില്ലേ? അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, ഇത്രയൊക്കെ ചെയ്ത ശ്രീകാന്തിന് അത് ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, അപ്പോൾ വക്കീൽ സാറ് ശ്രീകാന്തിൻ്റെ ഭീഷണിയും കൊണ്ടുവന്നതാണോ? അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, ഒരിക്കലും അല്ല. നിങ്ങൾ രണ്ടുപേരും ഹൃദയം കൊണ്ട് അടുക്കുകയാണെങ്കിൽ അതങ്ങനെ തന്നെ നിലനിൽക്കണം. മറിച്ച് വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും പേരിൽ മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ കൂടുതൽ കുഴപ്പത്തിലേ എത്തിക്കുള്ളൂ. അത്രമാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് കേട്ടിട്ട് വക്കീൽ സാറിന് എന്താ തോന്നുന്നേ? അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, ശ്രീകാന്തിനെതിരെയുള്ള ഈ ഫൈറ്റിൽ നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ടായി തന്നെ നിൽക്കണം. അതിനുള്ള വഴികൾ എന്തെങ്കിലും തെളിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെ വിളിച്ചറിയിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് ദർശൻ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ അനിയൻകുട്ടൻ ചോദിക്കുന്നുണ്ട്, ഇയാളിപ്പോൾ എന്നാത്തിന് എങ്ങോട്ട് വന്നത്? അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട്, അത് നിനക്കിതുവരെ മനസ്സിലായില്ലേ? വിക്രവും വേദയും തമ്മിൽ പിരിയാൻ ഏതെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഇയാളിപ്പോഴും ഇതൊന്നും വിട്ടിട്ടില്ലേ? അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതങ്ങനെയൊന്നും ആയിരിക്കില്ല. പുറമേ നിന്ന് കാണുന്നവർക്ക് ഞങ്ങൾ രണ്ടുപേരും തീരെ ചേരാത്ത ആൾക്കാരാ. അപ്പോൾ അനിയൻകുട്ടൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അകത്തുനിന്ന് കാണുന്നവർക്കോ ഈ ബന്ധത്തിൻ്റെ ശക്തി അറിയാമെന്നാണോ പറയുന്നത്? അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഒന്ന് പോടെ അവിടെ നിന്ന്. തൽക്കാലം വിശ്വേട്ടൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. പിന്നെ വേദ ചെല്ലുന്നത് സുഭാഷ് എന്ന് പറയുന്ന കമ്പനി മാനേജറുടെ വീട്ടിലേക്കാണ്. ആ സമയം ആളവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആളുടെ ഭാര്യയാണ് കേട്ടോ വേദേനെ അകത്തേക്ക് സ്വീകരിച്ചിരുത്തിയത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ സുഭാഷ് വരുന്നുണ്ട്. സുഭാഷിനെ കണ്ടതും വേദ പറയുന്നുണ്ട്, ആ ചേച്ചിക്ക് എന്നെ അറിയത്തില്ലായിരുന്നു, ഞാനാ പരിചയപ്പെടുത്തിയത്. സുഭാഷിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂ ബോർഡിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ. എന്നാൽ ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സുഭാഷിൻ്റെ ഭാര്യ അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, മേഡം വന്നിട്ട് ഒരുപാട് നേരമായോ? അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ വന്നിട്ട് 10 മിനിറ്റേ ആയിട്ടുള്ളൂ. ഞാൻ സുഭാഷിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. നമുക്കൊന്ന് പുറത്തേക്ക് നിന്നാലോ? അങ്ങനെ സുഭാഷും വേദയും കൂടി പുറത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ വന്നത് എന്തിനാന്ന് സുഭാഷിന് അറിയാലോ. വിക്രത്തിൻ്റെ ഏട്ടനെ കൊടുക്കാനായിട്ട് ശ്രീയേട്ടൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ കഥയത്. സുഭാഷ് അറിയാതെ വിശ്വേട്ടൻ്റെ കയ്യിൽ ആ പൈസ എത്തില്ല, അതെനിക്കറിയാം. ആ പണം വിശ്വേട്ടൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാനായിട്ട് ആളെ ഏർപ്പാടാക്കിയതും സുഭാഷ് തന്നെയല്ലേ? സുഭാഷിന് വേണമെങ്കിൽ അല്ലാന്ന് പറയാം. തൽക്കാലം ശ്രീയേട്ടന് വേണ്ടി കൂടെ നിൽക്കാം. പക്ഷേ ഒരു പാവം മനുഷ്യൻ്റെ ജീവിതം വെച്ചാൽ നിങ്ങൾ കളിക്കുന്നത്. സുഭാഷ് ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, മേഡത്തിന് അറിയാലോ, ശ്രീകാന്ത് സാറ് പറഞ്ഞാൽ എനിക്ക് മറുത്തൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ ജോലി പോകുന്ന അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ സാറിൻ്റെ കൂടെ നിന്നത്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാമെന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യുന്ന എല്ലാത്തിനും എല്ലാ വൃത്തികേടുകൾക്കും കൂടെ നിൽക്കാമെന്നാണോ? ആണോ സുഭാഷേ? സുഭാഷിൻ്റെ ഭാര്യയ്ക്ക് ഇതൊക്കെ അറിയാമോ? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അവളോട് ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും പറയാറില്ല. കുഞ്ഞുകുട്ടി പരാധീനങ്ങളുള്ളതല്ലേ മാഡം. എൻ്റെ ജോലി പോകുന്നു വന്നാൽ സാറിൻ്റെ കൂടെ നിൽക്കാതെ എനിക്ക് നിവൃത്തിയില്ല. അപ്പോൾ വേദ പറയുന്നുണ്ട്, അപ്പോൾ ജോലി പോകുന്നതാണ് സുഭാഷിൻ്റെ പ്രശ്നം അല്ലേ? സുഭാഷ് ഒരു കാര്യം മറക്കരുത്, ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ മാത്രമാണ് എൻ്റെ ഏട്ടൻ ശ്രീകാന്ത്. എന്നാൽ പണിക്കത്ത് തറവാട്ടിലെ എല്ലാ കാര്യങ്ങളുടെയും അവസാന വാക്ക് എൻ്റെ അച്ഛൻ ശങ്കരനാരായണൻ്റെയാണ്. അതറിയാലോ സുഭാഷിന്. ഇങ്ങനൊരു ചതിക്ക് അച്ഛൻ കൂട്ടുനിൽക്കുന്ന സുഭാഷിന് തോന്നുന്നുണ്ടോ? അച്ഛൻ നാട്ടിലില്ലാത്ത അവസരം നോക്കിയാൽ ശ്രീയേട്ട ഈ പണിയൊക്കെ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് ശ്രീയേട്ടൻ മുതിരില്ലായിരുന്നു. അത് സുഭാഷിന് അറിയാലോ. എന്തായാലും ജോലി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സുഭാഷ് ഈ പണിക്ക് കൂട്ടുനിന്നതെങ്കിൽ സുഭാഷിന് അധികകാലം ഈ ജോലിയിൽ തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അച്ഛൻ വരുന്നത് വരെ മാത്രമേ സുഭാഷിൻ്റെ ഈ ജോലിക്ക് ആയുസുള്ളൂ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അയ്യോ മേഡം അങ്ങനെയൊന്നും ചെയ്യല്ലേ, എൻ്റെ അവസ്ഥ മേഡത്തിന് അറിയാലോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാനും അച്ഛനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷേ ഒരു പാവം മനുഷ്യനെ ചതിച്ച് ജയിലിലാക്കാൻ നോക്കിയ ജസ്റ്റിസ് ശങ്കരനാരായണൻ വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? സുഭാഷ് ആണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഈ പ്രായത്തിൽ ജോലി നഷ്ടപ്പെട്ടാൽ വേറൊന്ന് കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാവും അല്ലേ സുഭാഷേ? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, മേഡം പ്ലീസ്, മേഡം പറ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പോൾ വേദ പറയുന്നുണ്ട്, കോടതിയിൽ സത്യം തുറന്നു പറയണം, അതാണ് സുഭാഷ് ചെയ്തു തരേണ്ടത്. സമ്മതാണോ സുഭാഷിന്? സമ്മതാണോ അല്ലയോ? സമ്മതാണെങ്കിൽ നമുക്കൊരു കോഫി കുടിച്ച് പിരിയാം. അങ്ങനെ സുഭാഷ് സമ്മതിക്കുന്നുണ്ട് കേട്ടോ സത്യം പറയാമെന്ന്. പിന്നെ കാണിക്കുന്നത് വിക്രത്തിൻ്റെ വീടാണ്. വിക്രം വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. റൂമിലെത്തുമ്പോൾ വേദയാകെ കരഞ്ഞുകൊണ്ടിരിക്കുക. വിക്രത്തെ കണ്ടതും വേദ കണ്ണീരൊക്കെ തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇതെന്താണ് വേതാളം? വേതാളം കരയായിരുന്നോ?
എന്തു പറ്റി? എന്താ പ്രശ്നം? കാര്യം പറ. അപ്പോൾ വേദ പറയുന്നുണ്ട്, പ്രത്യേകിച്ചൊന്നുമില്ല, ഓരോന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് സങ്കടം വന്നു. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, വീട്ടിൽ വഴക്കുണ്ടായില്ലേ? ആ, എനിക്ക് തോന്നി. നീ എന്തിന് അപ്പിയർ ചെയ്തു എന്ന് ചോദിച്ചായിരിക്കുമല്ലേ ഇന്നത്തെ വഴക്ക്? അതൊന്നും സാരാക്കണ്ടെന്നേ, അവരെല്ലാവരും വിഷമിച്ചിരിക്കല്ലേ, അതുകൊണ്ട് അവരിങ്ങനെയൊക്കെ പറയും. അത് നീ കാര്യമാക്കണ്ട. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഏയ് ഞാൻ അതൊക്കെ മനസ്സിൽ നിന്ന് വിട്ടു. അപ്പോൾ വിക്രം പറയുന്നുണ്ട് കേട്ടോ, ഇന്ന് ദർശൻ വക്കീൽ കാണാൻ വന്നിരുന്നു. പഴയ പല്ലവി തന്നെയാണ്, നീ തിരിച്ചു പോയി കഴിഞ്ഞാൽ കേസ് തീരുമെന്ന് പറഞ്ഞു. ഏതായാലും വിശ്വേട്ടന് വേണ്ടി കേസ് വാദിച്ച് ജയിക്കാതെ നിന്നെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഞാനും അങ്ങ് പറഞ്ഞു. എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചില്ലേ, നമുക്കൊരു കൈ നോക്കാം. ഇത് കേട്ടപ്പോൾ വേദയ്ക്ക് സന്തോഷമായിട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, നാളെ കോടതിയിൽ കേസ് വരുമ്പോൾ കാര്യങ്ങളാകെ മാറി മറിയും. ഒരാൾ നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയാൻ വരും. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, അതാരാ? അപ്പോൾ വേദ പറയുന്നുണ്ട്, അതൊക്കെ വിക്രം കണ്ടോ. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ കോടതിയിൽ നാളെ ഉന്നയിക്കും. വിനായകൻ ചേട്ടൻ വിഷൻ ചേട്ടനെ ചേർത്ത ചിട്ടിയുടെ കാര്യം. ഇന്ന് കോടതിയിൽ PP അവതരിപ്പിച്ചത് വിക്രം ശ്രദ്ധിച്ചില്ലായിരുന്നോ? ആ ഫ്ലാറ്റിൻ്റെ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് 5 ലക്ഷം രൂപ വിശ്വേട്ടൻ അടച്ചു എന്നുള്ള രേഖയാണ് PP ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. അതെങ്ങനെ? ഞാൻ വിശ്വേട്ടനായിട്ട് സംസാരിച്ചു, അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് വിശ്വേട്ടൻ ഒപ്പിട്ടിട്ടില്ല. പിന്നെ അത് എവിടെ നിന്ന് വന്നു? അതാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്നുകിൽ വിനായകൻ ചേട്ടന് വിഷൻ ചേട്ടൻ ഒപ്പിട്ട് കൊടുത്തത് അവർ ദുരുപയോഗം ചെയ്ത് കാണും. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, കള്ളൊപ്പിട്ടു എന്നാണോ നീ പറയുന്നത്? അപ്പോൾ വേദ പറയുന്നുണ്ട്, അതായിരിക്കാം. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ ചിട്ടി കമ്പനിയും ശ്രീകാന്തും തമ്മിൽ എന്താ ബന്ധം? അപ്പോൾ വേദ പറയുന്നുണ്ട്, ആ ചിട്ടി കമ്പനി ദർശൻ്റെ അച്ഛൻ്റേതാണ്. അതെ വിക്രം, ഇത് ദർശൻ്റെ അച്ഛനും ശ്രീയേട്ടനും കൂടി പ്ലാൻ ചെയ്ത് ട്രാപ്പിലാക്കിയതാണ് വിശ്വേട്ടനെ. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, അപ്പോൾ വിനായകൻ ചേട്ടൻ ഒപ്പിടിപ്പിച്ചത് അതിനു വേണ്ടിയാണോ? എങ്ങനെ? അപ്പോൾ വേദ പറയുന്നുണ്ട്, എനിക്കറിയില്ല. ഞാൻ വിനായകൻ ചേട്ടനോട് ചോദിച്ചു. വിനായകൻ ചേട്ടന് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. അത് ചിലപ്പോൾ സത്യമായിരിക്കാം. ആളീ റിയൽ എസ്റ്റേറ്റും ചിട്ടിയൊക്കെ ആയിട്ട് നടക്കുന്ന ആളല്ലേ. മാത്രമല്ല വിഷൻ ചേട്ടനെ കൂടാതെ 50 പേരെ കൂടി ഈ ചിട്ടിയിൽ ചേർത്തിട്ടുണ്ടെന്നാണ് വിനായകൻ ചേട്ടൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, ഒരൊപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വളഞ്ഞ വഴി അവർ സ്വീകരിക്കുമോ? എനിക്കത് വിശ്വസിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഒപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമായിരിക്കില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ഒരു ഫ്ലാറ്റ് വാങ്ങുന്നതിനായിട്ട് വിശ്വേട്ട ഒരു ചിട്ടി തുടങ്ങുന്നു. 5 ലക്ഷം രൂപ അടച്ച് ആ ഫ്ലാറ്റ് വാങ്ങുന്നവർക്കായിരിക്കും ആ ചിട്ടിയുടെ സൗകര്യം ലഭ്യമാവുക എന്നറിയുമ്പോൾ വിശ്വേട്ടൻ കമ്പനിയിലെ പണം മോഷ്ടിക്കപ്പെട്ടതായി പറഞ്ഞ് അതിലേക്ക് മറിക്കുന്നു. എങ്ങനെയാണ് അവർ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്. വിക്രമാണെങ്കിൽ ഇത് കേട്ട് ആകെ ദേഷ്യം കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പുറത്തേക്ക് പോകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, വിക്രം ഇത് എങ്ങോട്ടാ? വിനായകൻ ചേട്ടൻ്റെ അടുത്തേക്ക്. ആര് പറഞ്ഞിട്ടാ വിഷൻ ചേട്ടനെ ചിട്ടിയിൽ ചേർത്തേന്ന് അറിയണ്ടേ? അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, എന്തിനാ അത്? വിനായകൻ ചേട്ടനെ സംശയിക്കുന്നുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടോ? വിനായകൻ ചേട്ടൻ പറഞ്ഞത് സത്യമാവാന വഴി. ഈ ചിട്ടി നടത്തുന്നത് ആരാന്നുള്ള അറിവൊന്നും വിനായകൻ ചേട്ടൻ ഉണ്ടാവില്ല. ഏതായാലും നാളത്തെ കോടതി കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. ആ പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് വിക്രം എന്നോട് കുറച്ച് സ്നേഹത്തോടെ പെരുമാറുന്നത്. ഞാൻ നേരെ തിരിച്ചാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ വിക്രം എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. താങ്ക്സ്. അപ്പോൾ അത് കേട്ട് വിക്രം ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അത് നിന്നോടുള്ള ആറ്റിറ്റ്യൂഡ് മാറിയിട്ടൊന്നല്ല. വിശ്വേട്ടനെ പുറത്തിറക്കാൻ നീയും കുറേ കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് മനസ്സിലായതുകൊണ്ടാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട് കേട്ടോ, ഓ ശരി ശരി. പിന്നെ കാണിക്കുന്നത് കോടതിയാണ് കേട്ടോ. കോടതിയിൽ വിഷൻ ചേട്ടൻ്റെ കേസ് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വേദ വിഷുവിന് വേണ്ടിയിട്ട് വാദിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. എൻ്റെ കക്ഷിയായ വിശ്വനാഥൻ പൂർണ്ണമായും നിരപരാധിയാണ്. അദ്ദേഹത്തെ ഇങ്ങനൊരു ട്രാപ്പിൽ കൊടുക്കുകയാണ് ചെയ്തത്. കാരണം SK ട്രേഡേഴ്സിൻ്റെ ഉടമയായ ശ്രീകാന്തിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ധിക്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും എൻ്റെ കക്ഷിയുടെ സഹോദരനെ വിവാഹം കഴിക്കുകയും ചെയ്തു. ആ ബന്ധം ഉപേക്ഷിച്ച് തിരിച്ചു വരാൻ സഹോദരിയെ ഏറെ നിർബന്ധിച്ചെങ്കിലും സഹോദരി കൂട്ടാക്കിയില്ല. ആ വൈരാഗ്യം തീർക്കുന്നതിനായിട്ട് എൻ്റെ കക്ഷിയായ വിശ്വനാഥനെ മനഃപൂർവ്വം കുടുക്കിയതാണ് ഈ കേസിൽ. അപ്പോഴേക്കും ഒബ്ജക്ഷൻ യുവർ ഓണർ എന്ന് പറഞ്ഞിട്ട് PP എനിക്ക് വരുന്നുണ്ട് കേട്ടോ. പ്രിയപ്പെട്ട ജൂനിയർ വക്കീലെ, സ്വന്തം വിവാഹത്തെയും ഭർത്താവിൻ്റെ ചേട്ടൻ ചെയ്ത കുറ്റത്തെയും ഒരുമിച്ച് കൂട്ടിവെക്കാനാണ് വക്കീൽ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എതിര് വാദിക്കുകയാണ് കേട്ടോ. സഹോദരി ആരെയോ വിവാഹം ചെയ്തതിന് ഭർത്താവിൻ്റെ സഹോദരനെ ആരെങ്കിലും കള്ളക്കേസിൽ കൊടുക്കുമോ? ഇതെവിടെയെങ്കിലും കേട്ടുകേൾവിയുള്ള സംഭവമാണോ? അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ സാർ, എവിടെയും കേട്ടുകേൾവിയില്ലാത്ത സംഭവം ഉണ്ടാക്കി എൻ്റെ കക്ഷിയെ മനഃപൂർവ്വം അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതുതന്നെയാണ് എൻ്റെ വാദവും. അതിലേക്കായി ഒരു തെളിവ് സമർപ്പിക്കാനായിട്ട് കോടതി എന്നെ അനുവദിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് തെളിവ് സമർപ്പിക്കുകയാണ് കേട്ടോ വേദ. അങ്ങനെ ജഡ്ജി അത് പരിശോധിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുന്നത്. പവിത്രം സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.